ഹായ് ഹലോ മിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക്, നിങ്ങൾ ആരെങ്കിലും കാത്തിരിക്കുകയാണോ, ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണോ, ആ വ്യക്തി തിരികെ വരുമോ എന്നൊരു ടോപ്പിക്കിൽ നമ്മളൊരു ജനറൽ റീഡിംഗ് ആണ് എടുക്കുന്നത്. കുറച്ച് കാർഡുകൾ ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 12 കാർഡുകളുണ്ട്. 12 നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്, റിവേഴ്സ് കാർഡുകളുണ്ട്. അപ്പോൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് നിങ്ങൾ അത്തരം ഒരു വ്യക്തിയെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ട് വീഡിയോ നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ്. നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം. നമ്മൾ പറഞ്ഞു 12 കാർഡുകൾ എടുത്തു എന്ന് പറഞ്ഞു. 8 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്, 5 ഓഫ് പെൻഡക്കിൾ റിവേഴ്സ് ആണ്. ഈ 2 റിവേഴ്സ് കാർഡുകളും സൂചിപ്പിക്കുന്നത് നിങ്ങളൊരു വലിയ വൈകാരികമായിട്ടുള്ളൊരു പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ശ്രമിക്കുകയാണ് എന്നാണ്. ഉപേക്ഷിച്ചു പോയ ഒന്നിലേക്ക് തിരികെ പോകാനുള്ള തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം, അത് 8 ഓഫ് കപ്സ് റിവേഴ്സ് നിങ്ങളെ വേട്ടയാടുന്നുണ്ട്. പക്ഷേ സാമ്പത്തികമായോ മാനസികമായോ ഉണ്ടായിരുന്ന കഠിനമായിട്ടുള്ളൊരു ദാരിദ്ര്യം അല്ലെങ്കിൽ ഒരു ശൂന്യത ഇപ്പോൾ മാറി തുടങ്ങുന്നു എന്നാണ് 5 ഓഫ് പെൻഡക്കിൾ പറയുന്നത്. ഫാദർ ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. ഇത് നിങ്ങളെ കാത്തിരിക്കുന്ന വ്യക്തിയാണ് സൂചിപ്പിക്കുന്നത്. ആ വ്യക്തി നിലവിൽ വൈകാരികമായി അസ്ഥിരമായിരിക്കാം. ഒരുപക്ഷെ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനോ സത്യസന്ധമായി പ്രകടിപ്പിക്കാനോ അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. ഇതിലൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ സണ്ണ് ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. സ്പ്രെഡിലെ ഏറ്റവും ശക്തമായിട്ടുള്ള കാർഡുകളാണ് എന്ന് തന്നെ പറയാം. സൺ വിജയം, വ്യക്തത, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇരുട്ടടഞ്ഞ കാര്യങ്ങൾ വെളിച്ചത്ത് വരും. ജഡ്ജ്മെന്റ് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു രണ്ടാം ജന്മം അല്ലെങ്കിൽ എന്താ പറയുക, ഒരു റീയൂണിയൻ സാധ്യമാണ് എന്നാണ്. ഒരു തീരുമാനം എടുക്കേണ്ടുന്ന സമയമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 6 ഓഫ് കപ്പ് വരുമ്പോൾ ഇതെന്താ പറയുക, നൊസ്റ്റാൾജിയ, പഴയ സ്നേഹം, പഴയകാല ഓർമ്മകൾ. അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ ഉണ്ടെന്നും പഴയ കാലത്തെ നല്ല നിമിഷങ്ങൾ അവരെ ആടുന്നു എന്നുകൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇതിൽ വെല്ലുവിളികളായിട്ട് പറയുമ്പോഴും നെഗറ്റീവായിട്ട് പറയുമ്പോഴും ഡോക്ടർ ഓഫ് വാൻസും റിവേഴ്സ് ആണ്, 7 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. സംശയങ്ങളും ആത്മവിശ്വാസക്കുറവുമാണ് പ്രധാനമായിട്ടുള്ള ഒരു വില്ലനായിട്ട് വരുന്നത് ഈ ബന്ധത്തില്. നിങ്ങൾ നിലവിലൊരു പ്രതിരോധാവസ്ഥയിലായിരിക്കാം. 7 വാൻസ് വരുന്നുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പേടിയോ ഈ ഒരു ബന്ധത്തിന് തടസ്സമാകുന്നുണ്ട്. 7 ഓഫ് കപ്സ് പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടെന്നും എന്നാൽ അത് ഏത് തിരഞ്ഞെടുക്കണം എന്നൊരു കാര്യത്തിൽ നിങ്ങൾക്ക് വലിയ ആശയക്കുഴപ്പം ഉണ്ട് എന്നാണ് കാർഡുകൾ പറയുന്നത്. അവർ തിരികെ വരുമോ എന്ന് ചോദിച്ചാൽ ജഡ്ജ്മെന്റ്, സണ്ണ്, 6 ഓഫ് കപ്പ് ഈ കാർഡുകൾ ഒത്തുചേരുമ്പോൾ അവർ തിരികെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പക്ഷേ 8 ഓഫ് കപ്പ് റിവേഴ്സ് ആയതുകൊണ്ട് അവർ വരുന്നത് ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അതേ പൂർണ്ണതയോടെ ആയിരിക്കില്ല. ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരാം ബന്ധത്തിന്. 4 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു മരവിപ്പ്, ഈ ഒരു സിറ്റുവേഷൻ മാറുമെന്നും പുതിയൊരു തുടക്കം സംഭവിക്കുമെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. സൺ ഓഫ് വാൻസ് പറയുന്ന പോലെ തന്നെ വേഗത്തിലുള്ള ഒരു സന്ദേശമോ വാർത്തയോ നിങ്ങളെ തേടിയെത്തും എന്നാണ് പറയുന്നത്. ഒരു വ്യക്തത വരുത്തുക, അതാണ് നമുക്ക് പരിഹാരങ്ങളായിട്ടുള്ളത്. 7 ഓഫ് കപ്സ് നിങ്ങളുടെ ഒരു ആശയക്കുഴപ്പത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ശരിക്കും അവരെയാണോ അതോ ആ പഴയ ഓർമ്മകളെയാണോ സ്നേഹിക്കുന്നത് എന്ന് സ്വയം ചോദിക്കാം ആദ്യം. ഓക്കെ, പ്രതിരോധം ഉപേക്ഷിക്കാൻ പറയുന്നുണ്ട്. 7 ഓഫ് വാൻസ് ആണ് വരുന്നത്. അനാവശ്യമായിട്ടുള്ള വാശികൾ ഒഴിവാക്കുക, ബന്ധത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുക എന്നാണ് പറയുന്നത്. സൂര്യപ്രകാശം, സൺ കാർഡ് വന്നിട്ടുണ്ട്. ദിവസവും രാവിലെ കുറച്ചു നേരം വെയിൽ കൊള്ളുന്നതോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതോ നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. 7 ഓഫ് പെൻഡക്കിൾ വരുന്നുണ്ട്. നിങ്ങൾ വിതച്ചതിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. അമിതമായിട്ട് ധൃതി കാണിക്കാതെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ പ്രകൃതിദത്തമായിട്ട് നാച്ചുറലായിട്ട് സംഭവിക്കാൻ അനുവദിക്കുക എന്നാണ് പറയുന്നത്. കാരണം ഒരു പുതിയ തിരിച്ചറിവോടുകൂടിയായിരിക്കും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലൂടെ തിരികെ വരുന്നത്. പക്ഷേ ആ പഴയ തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു കാത്തിരിപ്പിന് ഫലമുണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഈ കാർഡുകൾ നമ്മൾ നോക്കുമ്പോൾ 3 ഏഴുകൾ കാണാം. 7 ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്, 7 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 7 ടാരറ്റിൽ എന്താ പറയുക, ഒരു ആത്മ പരിശോധനയെ, ഒരു വലിയ മാറ്റത്തിന് മുമ്പുള്ള ഒരു ഘട്ടത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ടാരറ്റിൽ കേട്ടോ. കൂടുതൽ വ്യക്തമായിട്ട് പറയുമ്പോൾ
വൈകാരികമായിട്ടുള്ള ഒരു തിരിച്ചുവരവിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ 6 ഓഫ് കപ്പും 4 ഓഫ് കപ്പ് റിവേഴ്സ് ആണെന്ന് പറഞ്ഞു. 4 ഓഫ് കപ്സ് നോർമലായിട്ട് വിരക്തിയും മടുപ്പമാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ അത് റിവേഴ്സായി വരുന്നതുകൊണ്ട് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന ആ ഒരു മടുപ്പിൽ നിന്ന് പുറത്തു വരികയാണ് എന്നാണ് അർത്ഥം. ആരെങ്കിലും നൽകുന്ന സ്നേഹം നിരസിച്ചിരുന്ന നിങ്ങൾ ഇപ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്. 6 ഓഫ് കപ്പ് ഉള്ളതുകൊണ്ട് അത് ചിലപ്പോൾ ഒരു പഴയ സുഹൃത്തോ കാമുകനോ കാമുകിയോ നിങ്ങളെ തേടി വരാനുള്ള ഒരു സാധ്യത 80% എന്ന് പറയുന്നുണ്ട്. തടസ്സങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ഓഫ് വാൻസ് റിവേഴ്സ് പറയുന്ന പോലെ ആശയവിനിമയത്തിലെ തടസ്സമാണ്. തെറ്റായ സന്ദേശങ്ങൾ അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് പറയാത്തത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം ഈ ബന്ധത്തിൽ. 7 ഓഫ് വാൻസ് വരുമ്പോഴും വൈകാരികമായിട്ടൊരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. മറ്റുള്ളവർ എന്ത് പറയും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ മനസ്സിന് എന്ത് വേണം എന്ന് തീരുമാനിക്കേണ്ട ഒരു സമയമായിട്ടാണ് ഇതിനെ പറയുന്നത്. ജഡ്ജ്മെന്റും സണ്ണൊക്കെ വരുമ്പോൾ 2 മേജർ ആർക്കാന കാർഡുകൾ വരുന്നത് അപൂർവമാണ്. കാരണം അപൂർവം എന്നല്ല, വരാറുണ്ട്. എങ്കിലും ഈ കാർഡുകൾ ഈ റീഡിങ്ങിൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാന പാഠമാണ്, കാർമിക് ലെസൺ. ഓക്കെ, ഒരു വലിയ സത്യം ഉടനെ പുറത്തു വരും. അത് നിങ്ങളെ മാനസികമായിട്ട് വളരെയധികം സന്തോഷിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. സൺ ഓഫ് വാൻസ് വരുന്നുണ്ട്. ഒരു യാത്ര അല്ലെങ്കിൽ വളരെ വേഗത്തിലുള്ള ഒരു നീക്കം, ദ്രുതഗതിയിലുള്ള ഒരു ചലനം, അങ്ങനെ എന്തോ ആവാം അതിനെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ മുമ്പിലെത്താനോ മെസ്സേജ് അയക്കാനോ ഉള്ള ഒരു സാധ്യത. ഒരു 7 പെൻഡക്കിൾസ് പറയുമ്പോൾ അത് ക്ഷമയാണ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ വിതച്ച വിത്തിന് ഫലം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം എന്താ പറയുക, ഒരു 7 days 7 weeks അതിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു മാറ്റം വരാം. 7-ാം തീയതി 7 മണിക്കൂർ അങ്ങനെ എന്തും വരാം. ആ 7-ന് എന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടെന്ന് നോക്കാം. പിന്നെ ഇതിൽ ഈ 7 ഓഫ് കപ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി തിരികെ വരുമ്പോൾ നിങ്ങൾക്ക് പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകാം. അവർ മാറിയോ അതോ പഴയ പോലെ തന്നെയാണോ എന്നൊരു സംശയം നിങ്ങളെ അലട്ടുന്നതായിട്ടും പറയുന്നുണ്ട്. ഭൂമിയായിട്ട് ഗ്രൗണ്ടിങ് 7 ഓഫ് പെന്റക്കിൾ ഉള്ളതുകൊണ്ട് തന്നെ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതോ മണ്ണിൽ കുറച്ചു നേരം നടക്കുന്നതോ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിന് ശാന്തത നൽകും എന്ന് പറയുന്നുണ്ട്. സൺ കാർഡിന്റെ പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുകയോ മഞ്ഞ പൂക്കൾ വീട്ടിൽ സൂക്ഷിക്കുകയോ ചെയ്യുക നല്ലതാണ്. ക്ഷമിക്കുക, വിട്ടുകൊടുക്കുക. ജഡ്ജ്മെന്റ് കാർഡ് പറയുന്നത് മോചനമാണ്. പഴയ കയ്പുള്ള ഓർമ്മകൾ മനഃപൂർവ്വം ഉപേക്ഷിക്കുക, എങ്കിൽ മാത്രമാണ് പുതിയ തുടക്കം മനോഹരമാകും. ഓക്കെ, അതുപോലെ തന്നെ ഒരു മസ്കുലിൻ ഫെമിനിയൻ എനർജിയുടെ ഒരു ബാലൻസ് പറയുമ്പോൾ ഫാദർ ഓഫ് കപ്സ് റിവേഴ്സ് ആണ്, സൺ ഓഫ് വാൻസ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ഡോട്ടർ ഓഫ് വാൻസ് റിവേഴ്സ് ആണ്. ഇത് കോർട്ട് കാർഡാണ്. ഓക്കെ, നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി എന്താ പറയുക, ഒരു തരം വൈകാരിക പക്വതയില്ലായ്മയിലാണ്. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷേ അത് പ്രകടിപ്പിക്കാൻ അവർക്ക് പേടിയാണ് എന്ന് പറയുന്നൊരവസ്ഥ. സൺ ഓഫ് വാൻസ് പറയുമ്പോൾ ഈ ഒരു മരവിപ്പിനെ തകർക്കാൻ പോകുന്ന സാഹസികമായിട്ടുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ദ്രുതഗതിയിലുള്ള ഒരു പെട്ടെന്നുള്ള തിരിച്ചുവരവ് കാർഡുകളിൽ പറയുന്നുണ്ട്. ഒടുങ്ങാത്ത ആ ഒരു കാത്തിരിപ്പ് അവസാനിക്കുന്നു എന്ന് പറയാം. ഇത്രയും കാലം നിങ്ങൾ എന്തിലോ തളച്ചിട്ട പോലെയായിരുന്നു, ഒരു മാറ്റവും ഇല്ലാത്ത അവസ്ഥ. പക്ഷെ ഈ ഒരു കാർഡ് തിരിഞ്ഞു വന്നതോടുകൂടി 4 ഓഫ് കപ്സ് റിവേഴ്സ് ആയതോടുകൂടി ആ ഒരു തടസ്സം മാറി. നിങ്ങൾ ഇപ്പോൾ പുതിയൊരു അവസരത്തിനെ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാം. 8 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. നിങ്ങൾ ആ പഴയ ബന്ധത്തിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു പോയിട്ടില്ല. ഒരു നൂലിൽ കെട്ടിയിട്ട പോലെ മനസ്സ് അവിടെ തന്നെ നിൽക്കുന്നുണ്ടാകാം. ഈ കാർഡ് നൽകുന്നൊരു മുന്നറിയിപ്പ് എന്ന് പറയുമ്പോൾ അവർ തിരികെ വരുമ്പോൾ പഴയ പരാതികൾ വീണ്ടും കുത്തിപ്പൊക്കരുത് എന്നാണ്. ഓക്കെ, പ്രപഞ്ചത്തിന്റെ ഒരു നീതി എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ് കാർഡാണ്. അതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് നമുക്ക് എടുക്കാം ഈ കാർഡുകളുടെ. നിങ്ങൾ അർഹിക്കുന്ന നീതി നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ മാറും, സത്യം പുറത്തു വരും എന്നൊക്കെ പറയുന്നുണ്ട്. ആശയക്കുഴപ്പം 7 ഓഫ് കപ്സിന്റെ ഇതുള്ളതുകൊണ്ട് അവർ തിരികെ വരുമ്പോൾ ശരിക്കും ഇതാണോ എനിക്ക് വേണ്ടത് എന്നൊരു ചിന്ത നിങ്ങളിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്നിലധികം വഴികൾ നിങ്ങളുടെ മുമ്പിൽ തെളിയും എന്നാണ് പറയുന്നത്. 7 ഓഫ് വാൻസ് പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിനായി ഒരുപാട് പോരാടിയിട്ടുണ്ടാകാം. പക്ഷെ ഇനി നിങ്ങൾ പോരാടേണ്ടതില്ല എന്നാണ് പറയുന്നത്. വിധി അതിൻ്റെ വഴിക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നാണ് പറയുന്നത്. വാട്ടർ മെഡിറ്റേഷൻ നല്ലതാണ്. ഫാദർ ഓഫ് കപ്സ് വെള്ളമായിട്ട് ബന്ധപ്പെട്ടതാണ്. രാത്രിയിൽ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ച് അതിൽ എന്താ പറയുക, ചന്ദ്രപ്രകാശം ഓക്കെ
കൊള്ളുന്ന രീതിയിൽ അത് വയ്ക്കുക. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ ആ വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുന്നത് നിങ്ങളുടെ ഉള്ളിലെ വൈകാരികമായിട്ടുള്ള സംഘർഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അഗ്നി, സൺ ഓഫ് വാൻസും ഡോക്ടർ ഓഫ് വാൻസും അഗ്നിയാണ്. വൈകുന്നേരങ്ങളിൽ വീട്ടിലൊരു നെയ്വിളക്ക് തെളിയിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ ഉത്തമമാണ് എന്ന് പറയുന്നുണ്ട്. ആശയക്കുഴപ്പം മാറാൻ ജേണലിങ് നല്ലതാണ്. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു പേപ്പറിൽ എഴുതുക, ശേഷം അത് കത്തിച്ച് കളയുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ആ മൈൻഡിലുണ്ടായിരുന്ന എല്ലാം നമ്മളങ്ങ് കളഞ്ഞു. അതേപോലെ ഒരു നെഗറ്റീവ് എനർജിയെ റിലീസ് ചെയ്യാൻ അത്തരത്തിൽ ചെയ്യുന്നത് സഹായിക്കും എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു വലിയൊരു കവാടത്തിന് മുന്നിലാണ്. ഒരു സൺ കാർഡ് നിങ്ങളുടെ വിജയത്തിനെ ഉറപ്പിക്കുന്നുണ്ട്. അവർ തിരികെ വരും, പക്ഷെ അത് ഒരു പുതിയ രൂപത്തിലായിരിക്കും. പഴയതിനേക്കാൾ വ്യക്തതയുള്ള പക്വതയുള്ള ഒരു ബന്ധത്തിനായി നിങ്ങൾ തയ്യാറെടുക്കുക എന്നാണ് പറയുന്നത്. ഏഴുകളുടെ ആവർത്തനം നമ്മൾ പറഞ്ഞല്ലോ, അത് ഈ പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. 7 ഓഫ് പെന്റക്കിൾ വരുമ്പോൾ നിങ്ങൾ ഇത്രയും കാലം കാണിച്ച ക്ഷമ പാഴായി പോകില്ല എന്ന് പറയുന്നുണ്ട്. 7 ഓഫ് വാൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ആത്മരക്ഷാർത്ഥം കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു മതിലുകളുണ്ടല്ലോ, അതല്പം താഴ്ത്തേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയെ മാറ്റേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. 7 ഓഫ് കപ്സ് നിങ്ങളുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിർവരമ്പിനെ തിരിച്ചറിയാനാണ് പറയുന്നത്. അതേപോലെ തന്നെ സണ്ണും ഡോക്ടർ ഓഫ് വാൻസും വരുമ്പോൾ ഒരു വലിയ ആവേശം, ഒരു പാഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടർ ഓഫ് വാൻസ് റിവേഴ്സ് ആയതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഗോസിപ്പുകളോ തെറ്റായ സന്ദേശങ്ങളോ കാര്യങ്ങൾ വഷളാക്കാതെ ശ്രദ്ധിക്കണം എന്നും പറയുന്നുണ്ട്. തടസ്സങ്ങൾ നീങ്ങുന്ന ഒരു ഘട്ടത്തിനെയാണ് 8 ഓഫ് കപ്പ് റിവേഴ്സും 5 ഓഫ് പെന്റക്കിളും പറയുന്നത്. നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഏകാന്തതയുടെ ഒരു തടവ് എന്നൊക്കെ പറയില്ലേ, അത് അവസാനിക്കുകയാണ്. ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തോട്ട് വരുന്ന ഒരു കാര്യം. ഓക്കെ, ആ ഒരു വ്യക്തി തിരികെ വരുമ്പോൾ അവർക്ക് ചില ഭയങ്ങളുണ്ടാകാം. അവർ മുമ്പ് കാണിച്ച വൈകാരികമായിട്ടുള്ള ഒരു പക്വതയില്ലായ്മ വീണ്ടും ആവർത്തിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ സൺ കാർഡ് കൂടെ ഉള്ളതുകൊണ്ട് അത് അധികം നേരം നിലനിൽക്കില്ല, ടെമ്പററി ആയിരിക്കും എന്ന് പറയുന്നുണ്ട് ആ വൈകാരികമായിട്ടുള്ള പക്വതയില്ലായ്മ. ഓക്കെ, പിന്നെ ഒരു റീയൂണിയനെ സംബന്ധിച്ച് നമ്മൾ കറക്റ്റായിട്ട് പറയുമ്പോൾ ജഡ്ജ്മെന്റും 6 ഓഫ് കപ്പും തന്നെയാണ്. പഴയ ബന്ധത്തിൻ്റെ പുനരുജ്ജീവനം അല്ലെങ്കിൽ പുനർജനി, അതിനെയാണ് അത് ഉറപ്പാക്കുന്നത്. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഒരു രൂപാന്തരം പ്രാപിക്കുന്നുണ്ട്. ഇത് ആ പഴയ ബന്ധത്തിൻ്റെ തുടർച്ചയാകില്ല ഒരിക്കലും, മറിച്ച് ഒരു പുതിയ രൂപത്തിലായിരിക്കും. സൺ പ്രകാശിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ സംശയങ്ങളും 7 ഓഫ് കപ്സ്, നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള നിലപാടും മാത്രമാണ് നിലവിലെ തടസ്സം എന്ന് പറയുന്നുണ്ട് 7 ഓഫ് വാൻസ്. ഓക്കെ, അപ്പം അതിന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. 7 ഓഫ് പെന്റക്കിൾ ഉള്ളതുകൊണ്ട് ശനിയാഴ്ചകളിൽ ഉറുമ്പുകൾക്കോ പക്ഷികൾക്കോ ഒക്കെ ഭക്ഷണവും നൽകുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾ വേഗത്തിൽ ഫലിക്കാൻ വേണ്ടി സഹായിക്കും എന്ന് പറയുന്നുണ്ട്. മഞ്ഞ അല്ലെങ്കിൽ സ്വർണ്ണ നിറം സണ്ണിൻ്റെ ഊർജ്ജം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ദിവസവും രാവിലെ കുളിക്കുമ്പോൾ വെള്ളത്തിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. അത് നിങ്ങളുടെ ഒരു ഓറ ശുദ്ധീകരിക്കും എന്ന് പറയുന്നുണ്ട്. ക്ഷമിച്ചു കൊടുക്കുക. ജഡ്ജ്മെന്റ് കാർഡ് അതൊന്ന് ആക്ടിവേറ്റ് ആവണമെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആരെയാണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയോടുള്ള എല്ലാ പരാതികളും മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുക. ഞാൻ നിനക്ക് മാപ്പ് നൽകുന്നു, പ്രപഞ്ചം നമുക്ക് നീതി നൽകട്ടെ എന്നൊരു 3 തവണ പറഞ്ഞ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവോ എന്നൊക്കെ ചോദിക്കുന്നവരും ഉണ്ടാവും. ഓക്കെ, അവർ തിരികെ വരാനുള്ളൊരു വാതിലുകൾ തുറന്നു തന്നെയാണ് കിടക്കുന്നത്. സൺ ഓഫ് വാൻസ് പറയുന്ന പോലെ തന്നെ വരും ദിവസങ്ങളിൽ ഒരു സർപ്രൈസ് വാർത്ത നിങ്ങളെ തേടിയെത്തും എന്നാണ് പറയുന്നത്. ആത്മവിശ്വാസത്തോടെ ഇരിക്കാൻ വേണ്ടി വീണ്ടും പറയുന്നു. നിങ്ങളൊരു ടെസ്റ്റിംഗ് ഫേസിലായിരിക്കാം. കാരണം നിങ്ങൾ ശരിക്കും ഈ ഒരു വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ടോ, അതോ ആ ഒരു വ്യക്തി നൽകിയ സുരക്ഷിതത്വ ബോധത്തിനെയാണോ നിങ്ങൾ തിരയുന്നത്? എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആ വ്യക്തിയാണോ, അയാൾ തന്ന സുരക്ഷിതമാണോ, അല്ലെങ്കിൽ അയാളോ അവളോ ആരും ആയിക്കോട്ടെ അവർ തന്ന സുരക്ഷിതത്തിനെയാണോ നിങ്ങൾ തിരയുന്നതെന്ന് ആദ്യം നിങ്ങളൊരു ക്ലാരിറ്റി വരുത്തുക. പിന്നെ അവരിപ്പോൾ ഒരു തകർന്നിരിക്കുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞു. ആ ഒരു വ്യക്തി വരുമ്പോൾ പഴയ സ്വഭാവമല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഇത് പോസിറ്റീവ് നെഗറ്റീവ് നോക്കുമ്പോൾ കർമ്മ നിങ്ങൾക്ക് അനുകൂലമാകുന്നുണ്ട്, പഴയ സ്നേഹം തിരിച്ചെത്തുന്നുണ്ട്, വിജയം ലഭിക്കുന്നുണ്ട്, സത്യം എന്താണെന്ന് തിരിച്ചറിയുന്നുണ്ട്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ചിന്തകൾ, മിഥ്യാധാരണകൾ, ആത്മവിശ്വാസമില്ലായ്മ, ആശയവിനിമയത്തിലെ പാളിച്ചകൾ, അനാവശ്യമായിട്ടുള്ള വാശി, പ്രതിരോധം, ഇതാണ് നെഗറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ അവർ വരുമോ എന്ന് ചോദിച്ചാൽ അവർ വരും. പക്ഷേ നിങ്ങൾ അവരെ സ്വീകരിക്കാൻ മാനസികമായി തയ്യാറെടുക്കണം എന്നാണ് പറയുന്നത്. അവരെവിടെ പോയാലും നിങ്ങളുടെ ചിന്തകളിലേക്ക് തിരികെ വരുന്നുണ്ട്.
ഫോർ ഓഫ് കപ്സ് പറയുന്ന പോലെ നിങ്ങളിപ്പോൾ ഈ അനുഭവിക്കുന്ന ഈ ഒരു മരവിപ്പൂടം മാറും, പുതിയൊരു സ്നേഹപ്രകടനം അല്ലെങ്കിൽ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും ആത്മവിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഓറഞ്ച് അല്ലെങ്കിൽ സ്വർണ്ണ നിറത്തിലുള്ള വസ്തുക്കൾ കൂടെ കരുതുന്നത് നല്ലതാണ്. സൺ ഓഫ് ഹാൻഡ്സിൻ്റെയും സണ്ണിൻ്റെയും ഒരു പോസിറ്റീവ് എനർജി നൽകും. ഒരു ഡയറി എടുത്തിട്ട് നിങ്ങളെ ഭയപ്പെടുത്തുന്ന 3 കാര്യങ്ങൾ എഴുതി വയ്ക്കുക. 7 ഓഫ് കപ്സ് നൽകുന്ന ഒരു ആശയക്കുഴപ്പം മാറ്റാൻ വേണ്ടി ഇത് സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ദിവസവും രാവിലെ ഓം എന്ന് ജപിക്കുന്നതോ അല്ലെങ്കിൽ പ്രകൃതിയുടെ ശബ്ദങ്ങളോ കേൾക്കുന്നത് ജഡ്ജ്മെന്റ് കാർഡിന്റെ ഉണർവ് നൽകാൻ സഹായിക്കുന്നു പറയുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി കളയാൻ ഉപ്പുവെള്ളത്തിൽ കാല് മുക്കി വെച്ച് കുറച്ച് നേരം ഇരിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ജഡ്ജ്മെന്റ് കാർഡ് നിങ്ങളെ വിളിച്ചുണർത്തുകയാണ്. നിങ്ങൾ മാറ്റങ്ങൾക്ക് തയ്യാറായാൽ ഈ സൺ പ്രകാശിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതം തിളക്കമുള്ളതാകും. അവർ തിരികെ വരുമ്പോൾ പഴയ പരാതികൾക്ക് പകരം പുതിയ തുടക്കത്തിന് അവസരം നൽകുക എന്നാണ് പറയുന്നത്. കാരണം വിധി നിങ്ങൾക്ക് അനുകൂലമാണ്, ശുഭകരമായിട്ടുള്ളത് സംഭവിക്കട്ടെ. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും നിങ്ങൾ കാത്തിരിക്കുകയാണോ അവർ തിരികെ വരുമോ എന്നൊരു ടോപ്പിക്കിൽ നമ്മളെടുത്ത 12 കാർഡിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഒരു എനർജി നമ്മൾ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും പറയും. സന്തോഷിപ്പിക്കലോ പ്രതീക്ഷ തരലോ അല്ല ഉദ്ദേശം. ഒരു ഗൈഡൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. താല്പര്യമുള്ളവർ മാത്രം വരിക. ബ്രേസ്ലെറ്റുകൾ ലഭ്യമാണ്. ഇതൊക്കെ ഒരു വിശ്വാസമുള്ളവർ മാത്രം ഉപയോഗിച്ചിട്ടാണ് കാര്യമുള്ളൂ. വണ്ണം കുറയ്ക്കാൻ, വണ്ണം കൂട്ടാൻ, പ്രണയം ആകർഷിക്കാൻ, പണം ആകർഷിക്കാൻ, കോൺഫിഡൻസിന് വേണ്ടി, ബ്ലാക്ക് മാജിക് ഇല്ലാതാക്കാൻ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങൾക്കായിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ മാത്രം നിങ്ങൾക്ക് വർക്കാകും. വർക്കായവരുണ്ട്, ആവാത്തവരുണ്ട്. അതവരുടെ വിശ്വാസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ചിന്തിച്ച് നിങ്ങളൊരു തീരുമാനം എടുക്കുക. റീഡിങ്ങിനോ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷൻ.